ഹായ്, വെൽക്കം ബാക്ക് ടു ഡി ഷെഫ്. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചീസ് ദോശയാണ്. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ നമുക്ക് ഈ ദോശ തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മീഡിയം സൈസിലുള്ള 2 സവാള നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞതാണ്, അതും ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ശരിയായി കിട്ടും. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കണത് ഒരു മീഡിയം സൈസുള്ള ഇഞ്ചിയും ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും അത് ചതച്ചതാണ് ചേർക്കണത്. അത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ടൊരു വലിയ തക്കാളി ചെറുതായിട്ട് തന്നെ അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വയ്ക്കുക. അങ്ങനെ നമുക്കത് നല്ലപോലെ തക്കാളിയൊക്കെ അലിഞ്ഞ് ചേരണ വരെ വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ വേണ്ടത് 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഗ്രേവി ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ആദ്യം തന്നെ ഞാൻ നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി. ഇതിലോട്ട് ഞാൻ നമ്മുടെ ദോശമാവ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ദോശമാവ് തയ്യാറാക്കുന്നത് പച്ചരിയും ഉഴുന്നും അതേപോലെ കുറച്ച് ഉലുവ ഇട്ടിട്ടാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ദോശ ചുട്ടെടുക്കാം. ദോശ പരത്തി കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ നെയ്യ് മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന്. ദോശ അത്യാവശ്യം ചൂടായിട്ട് വരുമ്പോൾ നടുക്കിലേക്ക് ഞാൻ ചീസിൻ്റെ സ്ലൈസാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ലൈസ് ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് നടുക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ആ ചൂടിൽ മെൽറ്റായി വരുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ച മസാല അതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ മല്ലിയിലയുടെ ആ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പോഴേക്ക് നമ്മുടെ ദോശ മുരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതേപോലെ മടക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളത് കടിക്കുമ്പോൾ എല്ലാം ചേർത്ത് മസാലയും ചീസും എല്ലാം ചേർത്ത് കടിക്കാൻ പറ്റും, ഇതേപോലെ മടക്കിയെടുക്കുകയാണെങ്കിൽ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചീസ് ദോശ തയ്യാറാക്കി നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടിയും നിങ്ങൾ പ്രസ് ചെയ്ത് വെക്കണം, എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഡി ഷെഫ്. താങ്ക് യു.